പി ദിലീപ് കുമാർ കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം വിശദാംശങ്ങളുമായുണ്ട്. ദിലീപ്, ഒരു പാർട്ടിയെ എങ്ങനെ ഇല്ലാതാക്കി എന്നുള്ളതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. 1000 കോടിയുടെ അഴിമതി എന്നുള്ളത് ചെറുതായിരുന്നില്ല. അതിൻ്റെ പേരിൽ മാസങ്ങളോളം വർഷങ്ങളോളമൊക്കെ ഓരോ നേതാക്കളെ, പ്രധാനപ്പെട്ട നേതാക്കളെ ജയിലിലിടുന്നു. അതിനാണിപ്പോൾ കോടതി ഒരു തെളിവ് പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പൂർണ്ണമായി എല്ലാവരെയും കുറ്റവിമുക്തരാകുന്ന കാഴ്ച. എന്താണ് നാട്ടിൽ നിയമ സംവിധാനങ്ങൾ, ചില അന്വേഷണ ഏജൻസികൾ, കേന്ദ്ര ഏജൻസികൾ, ഇതിനോടകം തന്നെ വിമർശന വിധേയമായിട്ടുള്ള ഏജൻസികൾ നടത്തുന്നത് എന്നതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി കേസിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ലേ? അനുജ, തീർച്ചയായും ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഡൽഹി റൌസ് അവന്യൂ കോടതിയുടെ ഈ സുപ്രധാന ഉത്തരവ്, CBI രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഈ ഉത്തരവ് വന്നിട്ടുള്ളത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വേറൊരു കേസ് ഈ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട്. ഏതായാലും CBI രജിസ്റ്റർ ചെയ്ത ഈ കേസിൽ തന്നെ വലിയ തിരിച്ചടി ഇപ്പോൾ ഡൽഹി റൌസ് അവന്യൂ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു എന്നത് ഒരു വലിയ രാഷ്ട്രീയ വിവാദമാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം കേന്ദ്ര ഏജൻസികളെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുന്നു, രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി എന്ന വിമർശനം ശക്തമായി ഉയർന്നതിനിടെയായിരുന്നു അന്ന് ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസെടുത്തത്. അതിൽ BJPയും കേന്ദ്ര സർക്കാരും മാത്രമല്ല, കോൺഗ്രസും വലിയ തോതിലുള്ള ആരോപണമാണ് അന്ന് ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനുമെതിരെ ഉന്നയിച്ചിരുന്നത്. ഏതായാലും ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഡൽഹിയിലെ മദ്യനയം എന്ന് പറയുന്നത് ഡൽഹിയിലെ സർക്കാർ മദ്യവിൽപ്പനശാലകൾ, അവയിലൂടെയുള്ള മദ്യവിൽപ്പന പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള ഒരു തീരുമാനമായിരുന്നു അന്ന് ആം ആദ്മി പാർട്ടി സർക്കാർ കൈക്കൊണ്ടത്. ഇത് പക്ഷേ വലിയ തോതിലുള്ള അഴിമതി ഇതിൽ നടന്നിട്ടുണ്ട്, സർക്കാർ ഖജനാവിന് വലിയ നഷ്ടം വന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് CBI ഈ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കപ്പുറം മറ്റു ചില മാനങ്ങൾ കൂടിയുള്ള രാഷ്ട്രീയ വിവാദമായി, അല്ലെങ്കിൽ രാഷ്ട്രീയ ശ്രദ്ധാകേന്ദ്രമായി, അതുപോലെ നീതി നിർവഹണവുമായി ബന്ധപ്പെട്ട് പോലും ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഈ കേന്ദ്ര ഏജൻസി എടുത്ത കേസ് തന്നെ അതിന് പ്രഥമ ദൃഷ്ട്യാ തന്നെ നിലനിൽക്കുന്നതല്ല, തെളിവില്ല എന്ന കാര്യം റൌസ് അവന്യൂ കോടതി പറയുന്നുണ്ട്. അത് നേരത്തെ മുതൽ തന്നെയുള്ള ചില വിമർശനങ്ങളുണ്ട്. കേന്ദ്ര ഏജൻസികളെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. CBI എന്നത് കൂട്ടിലടച്ച തത്തയാണെന്ന് പറഞ്ഞത് UPA സർക്കാരിൻ്റെ കാലത്ത് സുപ്രീം കോടതി തന്നെയാണ്. അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഈ കേന്ദ്ര ഏജൻസികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ ഏതാണ്ട് സാധൂകരിക്കും വിധമാണ് ഇപ്പോൾ ഈ കോടതി വിധി വന്നിട്ടുള്ളത്. മറ്റൊന്ന്, ഇതിലുള്ള മനുഷ്യാവകാശപരമായിട്ടുള്ള ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഈ അരവിന്ദ് കെജ്രിവാൾ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 6 മാസത്തോളം ജയിലിൽ കിടന്നു. ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ ജയിലിൽ കിടന്നത് 2 വർഷ കാലയളവിലാണ്. അങ്ങനെ മറ്റു നിരവധി നേതാക്കളും, ഈ കവിത അടക്കമുള്ളവർ, സഞ്ജയ് സിംഗ് അടക്കമുള്ളവർ, സത്യേന്ദ്ര ജെയിൻ അടക്കമുള്ളവർ, അങ്ങനെ നിരവധി നേതാക്കൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിഞ്ഞവരാണ്. അങ്ങനെ ഇവർ ജയിലിൽ കഴിയേണ്ടി വരിക, ഒടുവിൽ ഈ കേസിൽ അവർ കുറ്റക്കാരല്ല എന്ന് കോടതി കണ്ടെത്തുക എന്നതൊരു കാര്യം. മറ്റൊന്ന്, ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ അധികാരം നഷ്ടമാകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് ഈ ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. അങ്ങനെ ആം ആദ്മി പാർട്ടിക്ക് ഡൽഹി സംസ്ഥാന ഭരണവും നഷ്ടപ്പെടുന്നു. ഈ നേതാക്കൾ ദിലീപ് കുമാർ, അതിന്റെ രാഷ്ട്രീയം അത് തന്നെയാണ്. ഇപ്പോൾ CBIക്ക് തിരിച്ചടി എന്ന് നമ്മൾ പറയുമ്പോൾ ഈ കോടതി ഉത്തരവ് തിരിച്ചടിയാകുന്നത് കോൺഗ്രസിനും BJPക്കും കൂടിയാണ്. BJPയെ സംബന്ധിച്ച് അവർക്ക് ഭരണം ഡൽഹിയുടെ പിടിക്കുക എന്നുള്ളത് വലിയ ലക്ഷ്യമായിരുന്നു. ആ ലക്ഷ്യം അവർക്ക് നിറവേറ്റാൻ കഴിഞ്ഞു. ആം ആദ്മി പാർട്ടിയെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നത് അവരുടെ ലക്ഷ്യമായിരുന്നു. അപ്പോൾ ആ പാർട്ടിയുടെ പ്രഭാവം കെടുത്താൻ കഴിഞ്ഞു. അതിനെല്ലാം അവർ ഈ കേസ് ഉപയോഗപ്പെടുത്തി, ഇല്ലാത്തൊരു കേസിന്റെ പേരിൽ. തീർച്ചയായും ഇതിലൊക്കെ എതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരുമെന്ന് നമ്മൾ കരുതണമോ? ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ തുഹൈബ് ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയൊരു ഊർജ്ജം ആ പാർട്ടിക്ക് ലഭിക്കുകയും അത് കൂടുതൽ മുന്നോട്ട് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയാണോ? ഇനി ഹൈക്കോടതിയിലേക്ക് CBI പോകുമ്പോൾ അതിൽ എന്താകും കോടതിയുടെ തീരുമാനം എന്നൊക്കെയുള്ളതും നിർണായകമാകുമല്ലോ. അനുജ, തീർച്ചയായും. പക്ഷേ ഇതിൽ പ്രാഥമികമായി തന്നെ ഇതിൽ ഏറ്റവും അടിസ്ഥാന കോടതിയുടെ വിധി ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇനി ഒരുപക്ഷെ CBI അപ്പീൽ പോയേക്കാം. ഇതിൻ്റെ പിന്നീട് നിയമ നടപടികളുമായി ബന്ധപ്പെട്ടൊക്കെ ആ പോരാട്ടം പിന്നെയും വർഷങ്ങളോളം എടുത്തേക്കാം. പക്ഷേ ഇതിൽ പ്രാഥമികമായിട്ടുള്ള ഈ പരിശോധന നടത്തിയിട്ടുള്ള കോടതി, അത് വിശദമായി തന്നെ പരിശോധിച്ച കോടതിയാണ് ഈ വിചാരണ കോടതി. ആ കോടതി തന്നെയാണ് ഈ വിഷയത്തിൽ പ്രഥമ ദൃഷ്ട്യാ പോലും തെളിവില്ല എന്ന കാര്യമാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ഗുരുതരമായ വീഴ്ച ഈ അന്വേഷണ ഏജൻസികൾക്കുണ്ടായി എന്ന കാര്യം കൂടി ഇപ്പോൾ ഈ കോടതി അടിവരയിട്ട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ
പ്രതിപക്ഷത്തെ സംബന്ധിച്ച് രാജ്യത്ത് ഇതൊരു ഊർജ്ജം നൽകുന്നതാണ് ഈ വിധി എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം പ്രതിരോധത്തിലേക്ക് കോൺഗ്രസും പോകേണ്ടി വരും. കാരണം കോൺഗ്രസും ഈ അരവിന്ദ് കെജ്രിവാളിനെതിരായ പ്രക്ഷോഭത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. പക്ഷേ മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് അത് വലിയ ഊർജ്ജമാണ് ഈ കോടതി വിധി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അനുജ, അതാണ് CBI പോലെ ഒരു കേന്ദ്ര ഏജൻസിക്ക് അതിരൂക്ഷ വിമർശനമാണ് ഇന്ന് ഡൽഹി റൌസ് അവന്യൂ കോടതി ഉന്നയിച്ചിട്ടുള്ളത്. CBI ഇപ്പോൾ ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണ് ഇതിലൂടെ നടത്തിയിട്ടുള്ളത് എന്നതുൾപ്പെടെ രൂക്ഷ പരാമർശങ്ങൾ കോടതി നടത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.